നിങ്ങളുടെ മുന്നിൽ കാപ്പാതുങ്ക പറഞ്ഞ് ഓച്ചാനിച്ച് നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ കണ്ടിട്ടുണ്ടാവും. അതിന് പറ്റിയ ആളല്ല സഖാവ് പിണറായി വിജയൻ. നിങ്ങളുടെ പേടിപ്പിക്കലിന് മുന്നിലൊന്നും സഖാവ് പിണറായിയോ ഇടതുപക്ഷമോ കമ്മ്യൂണിസ്റ്റ് പുസ്തകമോ വീടില്ല, അത് മനസ്സിലാക്കിയോ. അപ്പൊ ഇന്ന് സതീശൻ പറഞ്ഞേക്കാണ് ഭയങ്കര അഴിമതിയാണ്. ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായി സതീശന്റെ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ പല പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും മോശമുള്ള മണ്ഡലം എന്നറിയോ? കേരളത്തിൽ ഏറ്റവും മോശം റോഡുകളുള്ള മണ്ഡലം ഇപ്പൊ പറവൂര. സതീശന് റോളില്ല. സതീശൻ ആകെയുള്ള റോള് രാവിലെ വൈകുന്നേരം പിണറായി വിജയൻ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതല്ലാതെ സതീശൻ വികസനത്തെ അറിയുന്നയാളല്ല, വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നയാളല്ല എന്ന ബോധ്യം നോക്കുന്നുണ്ട്. സാബുവിന്റെ ചീഞ്ഞളിഞ്ഞ തക്കാളി കണ്ടേ വീഴുന്നവരൊക്കെ വേറെ എവിടെയെങ്കിലും ഉണ്ടാവും, തിരുവാണിയിൽ ഉണ്ടാവില്ല എന്ന് സാബു മനസ്സിലാക്കിയാൽ നല്ലതാ. അപ്പൊ ബസ് സ്റ്റാൻഡിൽ 3 നായ്ക്കൾ ഒരുമിച്ച് കിടന്നുറങ്ങുകയാണ്. നായ്ക്കളെ കോൺഗ്രസ് പാർട്ടി ഒരു കാര്യം ചെയ്യണം, ഉറച്ച നിലപാട് സ്വീകരിക്കണം. ചില കോൺഗ്രസ്സുകാരൊക്കെ അറിയാതെ 2020 ആവുന്നുണ്ട്. പക്ഷേ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കണം. നമ്മുടെ ശത്രുക്കൾ എല്ലാം കുത്തിത്തിരിപ്പായിട്ടിറങ്ങും, കുശുമ്പും മുന്നേമായിട്ടിറങ്ങും. അതിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള കരുത്തുകൂടി നമുക്കുണ്ടാകണം. പശ്ചാത്തല വികസനത്തിന് വേണ്ടി കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് കിഫ്ബി, പശ്ചാത്തല വികസന ഏജൻസി. മസാല ബോണ്ട് വഴി വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരായ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന അധ്വാനത്തിന്റെ ഫലമായി കിട്ടുന്ന സമ്പത്തിനെ നാടിനു വേണ്ടി പ്രയോജനപ്പെടുത്താൻ, നാടിനു വേണ്ടി സംഭാവന ചെയ്യാൻ അവർ സ്വീകരിക്കുന്ന വഴിയാണ് മസാല ബോണ്ട്. ആ മസാല ബോണ്ട് വഴി കിഫ്ബിക്ക് പണം കിട്ടി. ആ ബോണ്ടിന്റെ പ്രത്യേകത എന്താ? പണം തിരിച്ചു കൊടുക്കണം. അതാണ് നിയമം. തിരിച്ചാർക്ക് കൊടുക്കണം? ആരാണോ ബോണ്ട് തരുന്നത്, ബോണ്ട് തരുന്നവർക്ക് തിരിച്ചു കൊടുക്കണം. ആ പണം തിരിച്ചു കൊടുക്കുമെന്ന ഉറപ്പിൽ കിഫ്ബിക്ക് പണം കിട്ടി. അതിന്റെ ഭാഗമായി 1118 പദ്ധതികൾ, 98,000 കോടി രൂപയുടെ 1118 പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കി. പ്രൊജക്ടുകൾ, അതിൽ 300 പാലങ്ങളുണ്ട്, ആയിരക്കണക്കിന് റോഡുകളുണ്ട്. പൂത്തർക്ക് സ്കൂളിൽ കൂറ്റൻ കെട്ടിടം പോലെ നിൽക്കുന്ന മനോഹരമായ കെട്ടിടങ്ങളുണ്ട്. 45,000 ക്ലാസ് റൂമുകളുണ്ട്, സ്മാർട്ട് ക്ലാസ് റൂമുകളുണ്ട്. എറണാകുളത്തെ മെഡിക്കൽ കോളേജിന്റെ മധുര മനോഹരമായ കെട്ടിടമുണ്ട്. അവിടെയുള്ള പശ്ചാത്തല സൗകര്യങ്ങളുണ്ട്. അതുപോലെ എറണാകുളം ജനറൽ ആശുപത്രിയുടെ മെച്ചപ്പെട്ട വികസനത്തിന് വേണ്ടി മാറ്റിവെച്ച കെട്ടിടങ്ങളുണ്ട്. ഇങ്ങനെ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പാലങ്ങളും റോഡുകളുമായി കേരളത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വികസനത്തിന് മുൻകൈയെടുക്കാൻ ഗവൺമെന്റ് മാറ്റിവെച്ചു കിഫ്ബി വഴി പണം. 5,180 കോടി രൂപ, അല്ല 5,480 കോടി രൂപ ദേശീയപാതയുടെ വികസനത്തിന് വേണ്ടി സ്ഥലമെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാന ഗവൺമെന്റ് കയ്യിൽ നിന്ന് എടുത്തു കൊടുത്തു. കിഫ്ബി വഴി 5,480 കോടി രൂപ. ദേശീയപാതയാണ്, കേന്ദ്രത്തിന്റെ പാതയാണ്. പക്ഷെ സ്ഥലമെടുക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ റോഡ് വരണം എന്ന കാഴ്ചപ്പാടോടെ, റോഡ് വീതി കൂട്ടണം എന്ന കാഴ്ചപ്പാടോടെ നല്ല വിലയ്ക്ക് ഭൂമി കിട്ടാൻ കഴിയുന്ന വിധം നാട്ടിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ പരുവത്തിലാക്കി അവരുടെ മനസ്സിലേക്ക് സന്ദേശമെത്തിച്ച് അവരുടെ കയ്യിൽ 5,480 കോടി രൂപ കൊടുത്തു. അങ്ങനെയാണ് റോഡ് 45 മീറ്റർ 4 വരി 6 വരി പാതയിലേക്ക് എത്തിയത്. ഇപ്പൊ കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം വരെ 6 വരി പാതയിലേക്ക് മാറിയാൽ ചുറ്റുവട്ടോ സ്ഥാപനങ്ങൾ വരും, വ്യവസായ ഇടനാഴി വരും, നിരവധി പ്രൊജക്ടുകൾ വരും. വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് കേരളത്തിൽ തന്നെ ഹബ്ബുകൾ ആരംഭിച്ച് ഇവിടെ വർക്ക് ഫ്രം ഹോം എന്ന പേരിൽ, അല്ലെങ്കിൽ വർക്ക് ഫ്രം സ്വന്തം വില്ലേജ് എന്ന പേരിൽ, ഓൺ വില്ലേജ് എന്ന പേരിൽ അവർക്ക് എന്താരംഭിക്കാം? സ്ഥാപനങ്ങൾ ആരംഭിക്കാം. വികസനത്തിന്റെ കുതിപ്പാണ്. അങ്ങനെ നിരവധി കോടിക്കണക്കിന് ഉറപ്പിക കിഫ്ബി വഴി 98,000 കോടി രൂപയുടെ വികസന പദ്ധതി കേരളത്തിന്റെ ഗവൺമെന്റ് സാധാരണക്കാർക്ക് കൊടുത്തതിന്റെ ശിക്ഷയാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് ഒരു കീറക്കടലാസ് മുഖ്യമന്ത്രിയുടെ പേരിലേക്ക് അയച്ചിരിക്കുന്നത്. എന്ത്? ഇഡിയുടെ നോട്ടീസ്. ഇഡിയുടെ നോട്ടീസ് കണ്ടാൽ തലചോറ് ഞോച്ചാനിച്ചിരുന്ന് കാപ്പാതുങ്ക പറയുന്ന നേതാക്കന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് കിട്ടിയത് എന്തിനാണെന്നോ? ആശുപത്രി കെട്ടിടം തുടങ്ങിയതിന്. എന്തിനാണ്? അവയവമറ്റ ശസ്ത്രക്രിയ നടത്താനുള്ള സൗകര്യമുണ്ടാക്കാൻ എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും എറണാകുളം ജനറൽ ആശുപത്രിയിലും ആധുനിക ഉപകരണങ്ങളും അതിന് സൗകര്യമുള്ള റൂമുകളും ഓപ്പറേഷൻ തിയേറ്ററും ഉണ്ടാക്കിയതിന്. 45,000 ക്ലാസ് റൂമുകൾ ആരംഭിച്ചതിന്. മനസ്സിലായോ? 300 പാലങ്ങൾ നിർമ്മിച്ചതിന്. കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയകരമായ മുന്നേറ്റമുണ്ടാക്കുന്ന റോഡുകൾ സ്ഥാപിച്ചതിന്. കേരളത്തിന്റെ വികസന മുന്നേറ്റത്തിന്റെ പന്താവിൽ വലിയ പങ്ക് വഹിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നിങ്ങൾ കൊടുക്കുന്ന കീറക്കടലാസിനെ പുല്ലുവിലയ്ക്ക് മാത്രമേ കേരളത്തിൽ ജനങ്ങൾ കണക്കാക്കൂ എന്ന് മനസ്സിലാക്കണം. അതിന്റെ ശിക്ഷ ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ മുന്നിൽ കാപ്പാതുങ്ക പറഞ്ഞ് ഓച്ചാനിച്ച് നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ കണ്ടിട്ടുണ്ടാവും. അതിന് പറ്റിയ ആളല്ല സഖാവ് പിണറായി വിജയൻ.
പിണറായി വിജയൻ അടിയന്തരാവസ്ഥയുടെ ഭീകരനാളുകളെ അതിജീവിച്ച നേതാവാണ്. RSSന്റെ ക്രിമിനൽ വൽക്കരണത്തിന്റെ ഭാഗമായി കൊടുവാളുമായി RSSകാർ പാനൂരിലും കൂത്തുപറമ്പിലും കണ്ണൂരിലും കറങ്ങിമടക്കുമ്പോൾ അന്ന് നിർഭയത്വത്തോടുകൂടി തലശ്ശേരിയിലെ വർഗീയ കലാപത്തിന്റെ നാളുകളിൽ ഈ ചുവന്ന കൊടിയും പിടിച്ച് മുന്നോട്ട് പോയ രാഷ്ട്രീയ നേതാവിന്റെ പേരാണ് പിണറായി വിജയൻ. സഖാവ് പിണറായി വിജയനെ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാൻ നോക്കണ്ട. നിങ്ങളുടെ പേടിപ്പിക്കലിന് മുന്നിലൊന്നും സഖാവ് പിണറായിയോ ഇടതുപക്ഷമോ കമ്മ്യൂണിസ്റ്റ് പുസ്തകമോ വീടില്ല. അത് മനസ്സിലാക്കുക. അപ്പൊ ഇന്ന് സതീശൻ പറഞ്ഞേക്കാണ് ഭയങ്കര അഴിമതിയാണ്. ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായി സതീശന്റെ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ പല പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കേരളത്തിൽ ഏറ്റവും മോശമുള്ള മണ്ഡലം എന്നറിയോ? റോഡിന് MLA ഇടയ്ക്ക് പോകണം. കേരളത്തിൽ ഏറ്റവും മോശം റോഡുകളുടെ മണ്ഡലം ഇപ്പൊ പറവൂര. ഒരു സ്ഥാപനം കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി കൊണ്ടുവരാൻ തയ്യാറാകാത്ത ഒരു MLAയുടെ പേരുണ്ടെങ്കിൽ എല്ലാം എനിക്കറിയാം എന്ന അഹങ്കാരത്തിന്റെ ഭാവമാണ് മിസ്റ്റർ സതീശനുള്ളത്. എല്ലാം എനിക്കറിയാം, ഒരു ചുക്കു നിങ്ങൾക്കറിയില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പറവൂർ പട്ടണത്തിലൂടെ യാത്ര ചെയ്താൽ ആശുപത്രിയുടെ വികസനത്തിന് പോലും ചെറുവിരനക്കാൻ തയ്യാറാകാത്ത MLA ചെയ്യണ്ടേ. പറവൂരിൽ ഗവൺമെന്റ് കോളേജ് ആരംഭിക്കാൻ മുൻകൈ എടുത്താരെന്നറിയാമോ? മുൻ MLA ആയ സഖാവ് S. ശർമ്മയാണ് മുൻ മന്ത്രി എന്ന നിലയിൽ. സ്വന്തം മണ്ഡലത്തിൽ സാധാരണ ഗവൺമെന്റ് കോളേജ് കേസരി ബാലകൃഷ്ണപിള്ളയുടെ പേരിൽ പ്രഭാഷകനും എഴുത്തുകാരനും വിമർശകനുമായി മലയാള സാഹിത്യത്തിന്റെ അഭിമാനമായ കേസരിയുടെ പേരിൽ ഗവൺമെന്റ് കോളേജ് ആരംഭിക്കാൻ മുൻകൈ എടുത്തത് സഖാവ് ശർമ്മയാണ്. സതീശന് റോളില്ല. സതീശൻ ആകെയുള്ള റോള് രാവിലെ വൈകുന്നേരം പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതല്ലാതെ സതീശൻ വികസനത്തെ അറിയുന്നയാളല്ല, വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നയാളല്ല എന്ന ബോധ്യം നോക്കുന്നുണ്ട്. അപ്പൊ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാവങ്ങൾക്കൊപ്പം നിന്ന് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ശ്രദ്ധിക്കൂ. ഇപ്പൊ സഖ VP പറഞ്ഞു, എത്ര പേർക്കാ പെൻഷൻ? എത്ര പേർക്കാ? 62 ലക്ഷം പേർക്കാണ്. നേരത്തെ 64 ലക്ഷം ഉണ്ടായിരുന്നു, നമ്മൾ ഇത്തിരി കൂട്ടിയായിരുന്നു. ചില ഡബിൾ പെൻഷനൊക്കെ വന്നപ്പോൾ 62 ലക്ഷമായി. UDFന്റെ കാലത്ത് 33 ലക്ഷം പേർക്ക് പെൻഷനില്ല. പെൻഷൻ ഇല്ലെന്നല്ല, 1.5 കൊല്ലം പെൻഷൻ കിട്ടിയിട്ടില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ കാലത്ത് 18 മാസത്തെയായിരുന്നു പെൻഷന്റെ കുടിശ്ശിക. 18 മാസം പറഞ്ഞാൽ 1.5 കൊല്ലം എന്നാ മലയാളം. 18 മാസം ഉള്ളൂ ഇല്ലേ? 1.5 കൊല്ലം കൊടുത്തില്ലല്ലോ. സഖാവ് പിണറായി കേരളത്തിന് മുഖ്യമന്ത്രിയായ ശേഷമല്ലേ പെൻഷൻ കൊടുത്തത്, കുടിശ്ശിക കൊടുത്തത്, 600,000 ആക്കിയത്, 1000 1600 ആക്കിയത്. ഇപ്പൊ എത്രയായി? 2000. ഈ മാസം എത്ര കിട്ടി? 1600 രൂപ കുടിശ്ശിക സഹിതം കയ്യിലേക്ക് കൊടുത്തു. ചില വീട്ടിലൊക്കെ മാങ്ങ ഒട്ടിച്ചിട്ടുണ്ട്. മാങ്ങയില്ലേ? മാങ്ങ. അവരോട് ഒരു കാര്യം പറയാനുള്ളത്, മാങ്ങ പൂളി തിന്നോ, മാവിനെ മറക്കരുത്. മനസ്സിലായ? സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റാണ് കേരളത്തിലെ പാവങ്ങൾക്ക് 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തത്. സാബു ജേക്കബിന് എന്താ പങ്ക്? ഒരു വീട്ടിൽ 3600 രൂപ ഈ മാസം. സാബുവോ? ചീഞ്ഞ തക്കാളി, ഒടിഞ്ഞ മുരിങ്ങാക്കോല്, ഉറുമ്പ് പിടിച്ച പഞ്ചസാര, ഉപേക്ഷിച്ച ചായപ്പീടികയിലെ ചായപ്പൊടിയുടെ തേയിലയുടെ ഒരു പാക്കറ്റ്, അറിയാതെ 2 ചപ്പാത്തി. ഇത് പൊതി കൊടുത്താണ് സാബു ആളെ വിടുന്നത്. സാബുവിന് തിരുവാണിയൂർ മനസ്സിലായിട്ടില്ല കേട്ടോ. സാബുവിന് ചിലരെ പറ്റിയിട്ടുണ്ടാവും. സാബുവിന്റെ ചീഞ്ഞളിഞ്ഞ തക്കാളി കണ്ടേ വീഴുന്നവരൊക്കെ വേറെ എവിടെയെങ്കിലും ഉണ്ടാവും, തിരുവാണിയൂർ ഉണ്ടാവില്ല എന്ന് സാബു മനസ്സിലാക്കിയാൽ നല്ലതാ. ഇവിടെ പാവങ്ങൾക്ക് 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തപ്പോൾ മിസ്റ്റർ സാബു നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളുടെ നിലപാടെന്തായിരുന്നു? കൊടുത്തോ? സാബു കൊടുത്തു. സാബുവിന്റെ ഞാൻ പറയുന്നില്ല, സാബുവിന്റെ സുഹൃത്തുക്കളായ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് 30,000 രൂപ കൈക്കൂലി. ഇപ്പൊ പുതിയ പരിപാടി ഇറങ്ങിയിട്ടുണ്ട്, ഗൂഗിൾ പേ വഴി സഹായമാണ്. ഇലക്ഷന് മുമ്പേ കുഴപ്പമൊന്നുമില്ല, വാങ്ങിക്കോ, ജയിലിൽ പോവും. മനസ്സിലായ? ഗൂഗിൾ പേ വഴി തെരഞ്ഞെടുപ്പിന് സഹായിക്കാമെന്ന് പറഞ്ഞ് ആളുകളെ കാണുന്നൊരു വിദ്യ. അപ്പൊ ചിലർ എവിടെ നിന്ന് കിട്ടിയാലും കാശ് വാങ്ങാൻ വേണ്ടി കുറച്ചുകൂടി ഉറപ്പുണ്ട്. തന്നേരെ കുടുങ്ങും. ഇവന്റെ ഒടിഞ്ഞ തക്കാളിയും മുറിഞ്ഞുപോയ മുരിങ്ങാക്കോലും വാങ്ങി നടന്നാൽ എന്തു പറ്റും? പണ്ട് കിഴക്കമ്പലത്തിന് പറ്റിയിട്ടുണ്ട്. എന്തറിയാമോ? എല്ലാ കടലാസിലും ഒപ്പിട്ട് കൊടുത്തു. ജപ്തി നോട്ടീസാണ് എല്ലാവർക്കും വന്നത്. ഓർമ്മ വേണ്ട, ഞാൻ വിശേഷം പറയുന്നില്ല.
ജപ്തി നോട്ടീസ്. എല്ലാ വീട്ടിലും പോയി വാങ്ങുന്നത് ആധാർ കാർഡൊക്കെ സൂക്ഷിച്ചേ കൊടുക്കാവുള്ളൂ കേട്ടോ. ചിലര് ഫ്രീ ആയിട്ട് പച്ചക്കറി എന്ന് പറഞ്ഞപ്പോൾ 2 ആധാർ കാർഡ് കൊടുക്കാനാണ് പറഞ്ഞത്. 2 ആധാർ കാർഡ്. ആധാർ കാർഡും കടലാസൊക്കെ കൊടുത്തു കൊണ്ടുപോയാൽ ഈ പാവങ്ങളെ കബളിപ്പിക്കപ്പെടും എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് ചെയ്തു? ഇപ്പൊ തിരുവാണിയൂർ എന്ന് പറയണത് എന്താണെന്നറിയാം? ഞങ്ങൾ കിഴക്കമ്പലത്തെ സ്വർഗാക്കി മാറ്റി, സിംഗപ്പൂരാക്കി മാറ്റി. ഇപ്പൊ ഒരു പുസ്തകം അടിച്ചിറക്കിയിട്ടുണ്ട്, 100 പേജുള്ള ഒരു പുസ്തകം. ആ പുസ്തകം പ്രചരിപ്പിക്കാനല്ല ഞാനിവിടെ വന്നേക്കണേ. ആ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം സാബു ജേക്കബ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? എന്തും ചെയ്യാം. ഇപ്പൊ പറയുന്നത് കേട്ടു, കിഴക്കമ്പലത്ത് ഷീ ജിം ആരംഭിച്ചു. ഇപ്പൊ ലോകത്തെല്ലായിടത്തും ഷീ ജിം നിർത്തി. അറിഞ്ഞായിരുന്നോ? ഇപ്പൊ പുരുഷനും സ്ത്രീ ഒരുമിച്ചാണ്, ഭർത്താവും ഭാര്യ ഒരുമിച്ചാണ് ജിമ്മിൽ പോണത്. മുടിവെട്ടുകൾ കണ്ടിട്ടുണ്ടോ? കോലഞ്ചേരി പോയി നോക്ക്. പുത്തൻകുരിശിലും ചൂണ്ടിയിലും 10-ാം മൈലിലും കോലഞ്ചേരിയിലൊക്കെ 2 പേരുടെ മുടിവെട്ടാൻ ഒരു കടയാ. ഭർത്താവും ഭാര്യ ഒരുമിച്ച് പോവും, ഒരാൾ അപ്പുറത്തിരിക്കും, ഒരാൾ ഇപ്പുറത്തിരിക്കും, 2 പേരുടെയും മുടിവെട്ട് തിരിച്ചു വരും. അതാ. അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്, ഞാൻ ഷീ ജിം ആരംഭിച്ചു. ഇപ്പൊ ചോദിച്ചാണ്, ആരംഭിച്ചിട്ടില്ല, ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് തോന്നും. നമ്മുടെ ബാലസംഘത്തിന്റെ കുട്ടികൾ ഈ കഴിഞ്ഞ ദിവസം ഈ ഷീ ജിം അന്വേഷിച്ചു പോയി. എവിടെ പോയെന്നറിയോ? അപ്പോൾ അതിൽ ഷീ ജിം ഉണ്ട്. എവിടെ? ബസ് സ്റ്റാൻഡിൽ. ഫ്രീ ആയിട്ട് ചായയും കിട്ടും, ബ്രേക്ക്ഫാസ്റ്റും കിട്ടും. കുട്ടികൾ സന്തോഷത്തോടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ 3 നായ്ക്കൾ ഒരുമിച്ച് കിടന്നുറങ്ങുകയാണ്. നായ്ക്കളെ. അവിടെ ഷീ ജിമ്മില്ല, ബസ് സ്റ്റാൻഡില്ല. ആ ബസ് സ്റ്റാൻഡ് തന്നെ തുറന്നു കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ നടത്തിയ ഇടപെടലിലൂടെയാണ്. ഒന്നുമില്ല. വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായിരുന്നു. നമ്മളൊക്കെ പണ്ട് ഡിവൈഎഫ്ഐ ആയിരുന്നപ്പോൾ ഡിവൈഎഫ്ഐയുടെ മേഖലാ സമ്മേളനവും പാർട്ടിയുടെ ലോക്കൽ സമ്മേളനമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ആ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഓഡിറ്റോറിയത്തിലായിരുന്നു. ആ താഴെ സാധാരണക്കാരായ കിഴക്കമ്പലത്തെ നിവാസികൾ കച്ചവടം നടത്തിയിരുന്നു. സാധാരണക്കാർ അവർ വാടകയ്ക്കെടുത്ത് നടത്തിയതാണ്. ഇപ്പോ പറഞ്ഞു, സിംഗപ്പൂർ മോഡലിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് വരും, മാള് വരും. ഇപ്പൊ കാടാ ഉള്ളത്. കാടേ പൂച്ച പ്രസവിച്ച് കിടക്കുകയാണ്, അപ്പുറത്ത് പട്ടിയും പ്രസവിച്ച് കിടക്കുകയാണ്. കാട് മാത്രം. എവിടെ? കിഴക്കമ്പലം ജംഗ്ഷനിൽ പോണോട്ടോ. എന്നിട്ടോ ബാവാപ്പടിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നമ്മുടെ MLA ഉൾപ്പെടെ മുൻകൈയെടുത്ത് നടത്തിയ മനോഹരമായ റോഡുണ്ട്. ബാവാപ്പടി റോഡുണ്ട്. മത്തങ്ങാക്കുരിശിൽ നിന്ന് മലയിടത്തിലേക്കുള്ള റോഡുണ്ട്. വീതി കൂടിയ റോഡാണ്, സ്പീഡിൽ പോവാം. ആ റോഡ് 22 വകയാണെന്ന് കാണിച്ചു കൊടുത്തിട്ട് പോരുകയാണ്. ഏത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ PWD വകുപ്പ് നിർമ്മിച്ച റോഡ് 2020 വകയായിട്ട് എഴുതി വെക്കുകയാണ്. എന്ത് മര്യാദ? ലൈഫ് പദ്ധതി വഴി 4,70,75,000 5 ലക്ഷം രൂപയും കൊടുത്ത് കേരളത്തിൽ വീട് കൊടുത്തത് 5 ലക്ഷം പേർക്ക്. അങ്ങനെ കിഴക്കമ്പലം പഞ്ചായത്തിലും കുറച്ചു പേർക്ക് വീട് കിട്ടിയിട്ടുണ്ട്. ആ വീടിന്റെ മുന്നിൽ സാബു ബോർഡ് വെച്ചു, ഗോഡ്സ് വില്ല. എന്നിട്ട് സാബുവിന്റെ പടവും. ഗോഡ്സിന്റെ വില്ല എന്ന് പറഞ്ഞാൽ തമ്പുരാന്റെ വില്ല എന്നല്ലേ? ആരുടെ? ദൈവത്തെ വില്ല ആവശ്യമുണ്ടോ? ഏത്? ലൈഫ് പദ്ധതിയുടെ പേര് മാറ്റി സാബുവിന്റെ വില്ലയാക്കി മാറ്റി. ഇത് തട്ടിപ്പാ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അനുവദിച്ച പണം, 118ഓളം പദ്ധതികൾക്ക് നിർവഹണത്തിന് വേണ്ടി കൊടുത്ത പണം ചെലവഴിക്കാതെ ബാങ്കിൽ സൂക്ഷിച്ചു വെച്ചിട്ട് പറയാണ്, അയ്യോ ഞങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട്, ഇഷ്ടംപോലെ കാശ് ബാക്കിയുണ്ട്. എന്താ കൊടുക്കാൻ കിടക്കുകയാണ് കോൺട്രാക്ടർമാർക്ക്. എന്തെങ്കിലും മനസ്സിലായോ? ഉണ്ടോ? നിങ്ങളുടെ കയ്യിൽ 10,000 രൂപ ചോദിക്കുക. നിങ്ങൾ ഇവിടുത്തെ ചായക്കടയിൽ 1000 കൊടുക്കാനുണ്ട്, പലചരക്കടയിൽ 2000 കൊടുക്കാനുണ്ട്, ഇലക്ട്രിസിറ്റി ബില്ല് 500 കൊടുക്കാനുണ്ട്, ഫോൺ ബില്ല് 150 കൊടുക്കാനുണ്ട്, ഓട്ടോറിക്ഷക്കാരന് മക്കളെ സ്കൂളിൽ അയച്ചതിന് 1000 കൊടുക്കാനുണ്ട്. ഇതെല്ലാ കാശും കൊടുക്കാതെ നിങ്ങൾ ഡെപ്പോസിറ്റ് വെച്ച് എങ്ങനെ ഉണ്ടാവും? നിങ്ങൾക്ക് ഭ്രാന്താന്നല്ലേ പറയാ? അല്ലേ? അത് വേറെ വല്ലതും പറയോ? ഏത്? നാടൻപാടും കാശ് കൊടുക്കാനുണ്ടായിട്ട് ചായക്കടയിൽ കൊടുക്കാതെ, ഓട്ടോറിക്ഷക്കാരൻ കൊടുക്കാതെ, മരുന്നുകടെ കൊടുക്കാതെ, അവിടെ എല്ലാം കടം പറഞ്ഞിട്ട് ഡെപ്പോസിറ്റ് ആയിട്ട് 10,000 രൂപ വെച്ചാൽ എന്തു പറയും നിങ്ങൾക്ക്? ഇവന് ഭ്രാന്താന്ന് ഞാൻ പറഞ്ഞ ശരിയാവുമോ? അല്ലെന്ന് ആലോചിച്ചു. ഇപ്പൊ കിഴക്കമ്പലം പഞ്ചായത്തിലും കുന്നത്തുനാട് പഞ്ചായത്തിലും ബാക്കിയിരിക്കുന്ന പണം പദ്ധതി പ്രവർത്തനം നടത്തിയ കൂട്ടത്തിൽ കൊടുക്കാനുള്ള പണം ബാക്കിയുണ്ട്, ചിലത് ലാപ്സായതുണ്ട്. തിരിച്ച് സർക്കാരിലേക്ക് പോകും ഈ പണം. പോകും. ഇതാണ് ആ പരിപാടി തിരുവാണിയിൽ വരണമെന്നാണ് ചില പാവപ്പെട്ട സുഹൃത്തുക്കൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്.
ഇതൊന്നും തിരുവാണിയിൽ വ്യാപരുത്. ജനങ്ങൾ രാഷ്ട്രീയ പ്രഭുത്വത കാണിക്കണം. നിങ്ങൾ അപ്പോൾ എന്നോട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സ്ത്രീ ഒരാളോട് പറഞ്ഞു പോലും ഈ കഴിഞ്ഞ ദിവസം, ചില്ലറക്കാരനോടല്ല പറഞ്ഞത്, ഇവിടെ ജൂബിലൊരു സുഹൃത്തിനോടാണ് പറഞ്ഞു, 4 പഞ്ചായത്ത് നശിപ്പിക്കാൻ പറ്റി, 2 പഞ്ചായത്ത് കൂടി നശിപ്പിക്കാൻ പറ്റുമെന്ന് ആലോചിക്കാന്ന്. ആര് അങ്ങനെ പറയും അല്ലേ? നമ്മുടെ ബ്ലോക്ക് അല്ലേ ചേട്ടാ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു എന്ന്. ഇപ്പോൾ ഉള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്താ പറഞ്ഞതെന്നറിയാം? ഞങ്ങൾക്ക് 4 പഞ്ചായത്ത് നശിപ്പിക്കാൻ പറ്റി, ഇനി 2 പഞ്ചായത്ത് കൂടി നശിപ്പിക്കണം. എന്നാലോചിച്ച് ഇതെന്താ നടക്കണേ? അങ്ങനെ ഞങ്ങളെ നശിപ്പിക്കാൻ ഞങ്ങൾ വിട്ടുതരും എന്ന് കരുതുന്നുണ്ടോ തിരുവാണിക്കാര്? തിരുവാണിയൂരിലെ ജനങ്ങൾ ഇതിനെ വിട്ടുതരുവോ? തരുവോ? കൊടുക്കുവോ? അത് ഉറച്ചു പറയണം. ഒരു തമ്പുരാന്റെ മുന്നിലും ഈ തിരുവാണിയൂരിലെ ജനങ്ങൾ മുട്ടുമടക്കില്ല എന്ന് പ്രഖ്യാപിക്കണം. കോൺഗ്രസ് പാർട്ടി ഒരു കാര്യം ചെയ്യണം, ഉറച്ച നിലപാട് സ്വീകരിക്കണം. ചില കോൺഗ്രസ്സുകാരൊക്കെ അറിയാതെ 2020 ആവുന്നുണ്ട്. ഏതെങ്കിലും പാർട്ടി പോയാൽ മതി എന്ന് കരുതി എങ്ങും പോകരുത് കേട്ടോ. ചിലർക്ക് ഏതെങ്കിലും പാർട്ടി പോയാൽ മതി, ഒന്ന് പത്രത്തിൽ പടം വരാൻ, TV വരാൻ, അല്ലെങ്കിൽ പോസ്റ്റർ, മരിച്ചാലും പോസ്റ്ററിലൊക്കെ പടം വരുത്താം, പേടുള്ള കാര്യമില്ല, ഫ്ലെക്സിൽ വരാൻ മരിച്ചാൽ മതി. ഇങ്ങനെയൊക്കെ ചെയ്യണോ? സ്വന്തം അഭിമാനം പണയം വെച്ച് ഈ സംഘടനകളിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കണം. നിങ്ങൾ നിങ്ങളുടെ അഭിമാനം പണയം വെക്കരുത്. രാഷ്ട്രീയ പ്രബുദ്ധമാണ് നമ്മുടെ മണ്ണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പാവങ്ങൾക്കൊപ്പം നിന്ന് ഇപ്പോൾ ലൈഫ് പദ്ധതി വഴി 5 ലക്ഷം പേർക്ക് വീട്. ശ്രദ്ധിക്കണം. മാത്രമല്ല, അവസാനിച്ചോ? ഇപ്പൊ 2000 രൂപ പെൻഷൻ കൊടുത്തു, 1600 രൂപ കുടിശ്ശിക കൊടുത്തു. ഇനി 2000 രൂപ വീതം തുടർച്ചയായി കൊടുക്കും. ഗോവിന്ദ മാഷ് പറഞ്ഞു, ഇനിയും പണത്തിന് സൗകര്യം കിട്ടിയാൽ ഇനിയും പെൻഷൻ കൂട്ടും. അത് പറ്റിക്കാനല്ല, കൊടുക്കും. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ ലോകത്തെവിടെയെല്ലാം ഉണ്ട് ഇല്ലേ? വീട്ടമ്മമാർ, അടുക്കളയിൽ പുകയുടെ ചുരുളുകൾ അനുഭവിക്കുന്നവർ, മറ്റു വരുമാനമില്ലാത്തവർ, അടുക്കളയെ മാത്രം അഭയമായി കഴിയുന്നവർ, വീടിന്റെ നാഥകളായവർ, 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള 31.34 ലക്ഷം സ്ത്രീകൾ. ആ സ്ത്രീകൾക്ക് 1000 രൂപ സ്ത്രീ സുരക്ഷാ ഗ്രാന്റ് കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഇവിടെ ഇരിപ്പുണ്ട് അങ്ങനത്തെ പ്രായക്കാരെ കുറച്ച് പേര്, മഞ്ഞക്കാടും പിങ്ക് കാർഡും ഉള്ളവർ. പേടിക്കണ്ട, മറ്റ് കാർഡുകാരായവർക്കും സ്ത്രീയാണെങ്കിൽ ഈ 35നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് സർക്കാരിന്റെ വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് സഹായിക്കാൻ സർക്കാരിന് യാതൊരു പ്രയാസമില്ല. ലോകത്ത് ഈ 31.34 ലക്ഷം പേർക്ക് ലോകത്ത് ഇങ്ങനെ സഹായം കൊടുക്കുന്ന ഏക സർക്കാർ ലോകമാകെ എടുത്താൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റാ. അപ്പൊ സ്ത്രീകളുടെ പിന്തുണ ഇടതുപക്ഷത്തിനാണ്. 62 ലക്ഷം പെൻഷൻകാർ, 31.34 ലക്ഷം സ്ത്രീകൾ. അപ്പൊ എത്രയായി? കൂട്ടിക്ക് 62 31 എത്രയാ? 93 അല്ലേ? 5 ലക്ഷം ചെറുപ്പക്കാർ, 5 ലക്ഷം ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളോട്, ഉദ്യോഗാർത്ഥികളായ ചെറുപ്പക്കാരോട് പിണറായി പറഞ്ഞു, നിങ്ങൾക്കൊരു കണക്ട് സ്കോളർഷിപ്പ് എന്ന പേരിൽ 1000 രൂപ ഒരു പോക്കറ്റ് മണിയായി തരുന്നു 5 ലക്ഷം പേർക്ക്. അപ്പൊ എത്രയായി? 98 ലക്ഷം കേട്ടോ, ശ്രദ്ധിക്കണം. പിന്നെയോ ആശാവർക്കർമാര്, അംഗനവാടി വർക്കർമാർ, അംഗനവാടി ഹെൽപ്പർമാർ, സാക്ഷരതാ പ്രേരകമാർ, സ്കൂൾ പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ്, പ്രീ പ്രൈമറി സ്കൂളുകളിലെ ആയമാർ, സാക്ഷരതാ പ്രേരകമാരും സ്കൂൾ പാചക തൊഴിലാളികളും ആശാവർക്കർമാരും അംഗനവാടി ജീവനക്കാരും ഉൾപ്പെടെയുള്ള ഈ സാധാരണ സ്കീം തൊഴിലാളികളില്ലേ, അതിൽ അംഗനവാടി വർക്കർമാർക്ക്, ആശാവർക്കർമാർക്ക് സഹായം കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാ. സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ്, സ്കീമാണെങ്കിലും ഞങ്ങളുടെ വക ഇൻസെന്റീവ് 1000 രൂപ പിടിച്ചോ. അപ്പൊ എത്ര പേരായി? എണ്ണം മറന്നുപോയോ? 3 ലക്ഷം പേര്. അപ്പൊ എത്രയായി? 101 ലക്ഷം. അപ്പൊ എത്രയായി? 101 ലക്ഷം. അപ്പൊ എത്രയായി? 1 കോടി 1 ലക്ഷം പേര് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആകെ ജനസംഖ്യ 3 കോടി 30 ലക്ഷം.
കേരളത്തിലെ വോട്ടർമാരുടെ എണ്ണം 2,85,00,000. അങ്ങനെ വന്നാൽ കേരള ജനസംഖ്യയിലെ 1/3 പേർ 1,03,00,000 പേർക്ക് സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രി ഒക്ടോബർ മാസം 29-ാം തീയതി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ച സഹായം 10,000 കോടി രൂപ. അത് വോട്ട് പിടിക്കാനല്ല കേട്ടോ, അത് വാക്ക് സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നടപ്പിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ്. അതാണ് പറയുന്നത് നടപ്പിലാക്കുന്ന ഗവൺമെന്റ്. അതാണ് ഇടതുപക്ഷം. അതാണ് 5 വർഷം സഖാവ് CR പ്രകാശന്റെ നേതൃത്വത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുവാണൂർ പഞ്ചായത്ത് ചെയ്തത്. അതിനു മുമ്പ് ഒരു പ്രകടന പത്രിക ഉണ്ടായിരുന്നു ഇവിടെ, അതും സഖാവ് KA ജോസഫ് കൂടി തയ്യാറാക്കിയതാണ്. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നോക്കി വായിച്ച് ആ പ്രകടന പത്രികയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നടപ്പിലാക്കാൻ തുടർച്ചയായി ഇടപെട്ട ഒരു പഞ്ചായത്ത് ഭരണസമിതിയായിരുന്നു 5 വർഷം. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു ബേബി ചേച്ചി. ശ്രദ്ധേയമായ പ്രവർത്തനമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് 2020 ഭരണത്തിലായിരുന്നു. പക്ഷെ അപ്പോ ആ 2020 ഭരണത്തിനിടയിലും തിരുവാണൂർ ബ്ലോക്ക് വാർഡിനുള്ളതെല്ലാം വാങ്ങിയെടുക്കാൻ ബേബി ചേച്ചി ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ബേബി ചേച്ചി അവിടെ ശരിയാക്കും. യൂബിളും വിശ്വപ്പൻ സഖാവും അതുപോലെ ബേബി ചേച്ചിയും ചേർന്നുള്ള 3 പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ബ്ലോക്കിലുണ്ടായിരുന്നത്. ആ 3 പേരും അവരവരുടെ 3 വാർഡിനുള്ള പദ്ധതികൾ എണ്ണിപ്പറഞ്ഞ് ചോദിച്ച് ആ ബ്ലോക്ക് വാർഡിന് വേണ്ടി അവിടെ നടപ്പാക്കാൻ ശ്രമിച്ചു. അതാണ് മാറ്റം. അത് ബ്ലോക്ക് പ്രസിഡന്റ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ 3 പേരും അവരുടെ അപ്പൊ അവർക്കുള്ള കൊടുത്തിട്ടേ വേറെ കൊടുക്കാൻ പറ്റൂ. അവർ ഉറച്ച നിലപാടായിരുന്നു, യോജിച്ച നിലപാടായിരുന്നു. അതാണ് മാറ്റം. മനസ്സിലായോ? അപ്പൊ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ശ്രദ്ധേയമായ നിലയിൽ ഇടപെട്ടു. 5 വർഷക്കാലം മാതൃകയായ പ്രവർത്തനം നടത്തി. അതിന്റെ ഫലമാണ് ഈ പഞ്ചായത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ. കാർഷിക മേഖലയിൽ കുതിപ്പുണ്ടായില്ലേ? ജില്ലയിലെ ഭരണം ഉണ്ടാകണം. അതിന് ഈ ടീം, നമ്മുടെ പുതിയ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായി നിശ്ചയിക്കപ്പെട്ടവർ, ഓരോ വാർഡിലും ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി നിയോഗിച്ച സഖാക്കൾ ആ നാടിന്റെ അറിയപ്പെടുന്ന മുഖങ്ങളാണ്. അവരോരോരുത്തരും ഒന്നിനൊന്ന് മെച്ചമാണ്. ശ്രദ്ധേയമായ വികസന പ്രവർത്തനം നടത്താൻ കാര്യപ്രാപ്തിയുള്ളവരാണ്. അവരെയാണ് നമ്മൾ ഓരോ വാർഡിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. ഓരോരുത്തരുടെയും പേര് ഞാൻ വിശദീകരിക്കുന്നില്ല. അവരെല്ലാം വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ കഴിയണം. ബ്ലോക്കിലേക്കും ജില്ലയിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ച് നമുക്ക് തിരുവാണിയൂരിൻ്റെ ഈ ചെങ്കൊടിയുടെ പാരമ്പര്യം ഇല്ലേ, ഡിസംബർ മാസം 13-ാം തീയതി അല്ലേ ഫലം പ്രഖ്യാപിക്കുക? അല്ലേ ഡിസംബർ മാസം 13-ാം തീയതി ഈ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പാറിക്കളിക്കേണ്ടത് അധ്വാനിക്കുന്ന വർഗത്തിന്റെ ചിഹ്നമായ അരിവാളും ചുറ്റുകയുമുള്ള കൃഷിക്കാരന്റെയും കർഷക തൊഴിലാളികളുടെയും അഭിമാനമായ അരിവാളും ചുറ്റുകയും രേഖപ്പെടുത്തിയ ഈ ചെങ്കൊടി ഇവിടെ പാറിക്കളിക്കുമെന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന വിധമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനിയുള്ള ദിവസം നല്ല ജാഗ്രത വേണം. എന്താ ജാഗ്രത? നമ്മുടെ റാലി ഗംഭീരമായി. ഒരു പാർട്ടിക്കും ഇത്രയും മനോഹരമായ റാലി അടുക്കും ചിട്ടയോടെ നടത്താൻ ഒരു മുന്നണിക്കും ഇവിടെ പറ്റില്ല, നമുക്കേ പറ്റൂ. ശ്രദ്ധേയമായ കുടുംബയോഗങ്ങൾ നടന്നു, വാർഡ് കൺവെൻഷനുകൾ നടന്നു, പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു, ആകർഷകമായ സ്ക്വാഡ് പ്രവർത്തനം നടന്നു, ബഹുജനങ്ങളിലേക്ക് പോയി. ഉറപ്പാ. പക്ഷേ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കണം. നമ്മുടെ ശത്രുക്കൾ എല്ലാം കുത്തിത്തിരിപ്പായിട്ടിറങ്ങും, കുശുമ്പും കുഞ്ഞായ്മയായിട്ടിറങ്ങും. അതിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള കരുത്തുകൂടി നമുക്കുണ്ടാകണം. അങ്ങനെ എല്ലാ കുത്തിത്തിരിപ്പുകാരെയും, എല്ലാ വലതുപക്ഷ അവസരവാദികളെയും, എല്ലാ പിന്തിരിപ്പന്മാരെയും, എല്ലാ പ്രതിലോമകാരികളെയും ഒറ്റപ്പെടുത്താനും ചൂണ്ടിക്കാണിക്കാനും കഴിയുന്ന പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാനാകണം എന്ന് മാത്രം ആഗ്രഹിച്ച് എല്ലാവരും അഭിവാദനം ചെയ്യുന്നു. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.